ബെയിലി പാലം നിർമ്മിക്കുന്ന സ്ഥലത്ത് മറുകരയിലാണ് ഉള്ളത്. ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം അതിൻ്റെ കംപ്ലീഷനിലേക്ക് കടക്കുന്നു. ഇവിടെ നിൽക്കുമ്പോൾ ഒരല്പസമയം മുമ്പാണ് ഒരു മൃതദേഹം, അത് മുണ്ടക്കൈയിൽ നിന്ന് വന്നതാണ്, മുണ്ടക്കൈയിൽ നിന്നൊരു മൃതദേഹം എത്തിയത്. മൃതദേഹം ഇവിടെ ഇപ്പോൾ 2 ജീപ്പുകൾ സർവീസ് നടത്തുന്നുണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി. തത്വമസി എന്ന് പേരെഴുതിയ ജീപ്പിൽ, ഇന്നലെയും അതേ ജീപ്പിൽ തന്നെയായിരുന്നു മൃതദേഹം കൊണ്ടുവന്നത്. ഒരല്പസമയം മുമ്പ് ഒരു മൃതദേഹം കൂടി ഇവിടേക്ക് എത്തി. ഇന്നലെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ഈ കരയിൽ എത്തുന്ന മൃതദേഹങ്ങൾ പിന്നീട് കയറിൽ കെട്ടി പുഴ കടത്തുന്ന സാഹചര്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നടപ്പാലമുണ്ട്. അതുകൊണ്ട് ഇവിടെ എത്തുന്ന മൃതദേഹങ്ങൾ മറുകരയിലാണ് ആംബുലൻസും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉള്ളത്. അവിടെ നിന്ന് ആശുപത്രികളിലേക്ക്, മോർച്ചറികളിലേക്ക് മാറ്റും. പ്രധാനപ്പെട്ട ഘട്ടം പിന്നീട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ മുണ്ടക്കൈയിലേക്കുള്ള റോഡിൻ്റെ മുൻപിലാണ്. ഒരുപാട് റെസ്ക്യൂ പ്രവർത്തകർ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇന്നലെ പുഞ്ചിരിമുട്ടത്തേക്കൊന്നും എത്താൻ പോലും കഴിഞ്ഞിരുന്നില്ല എങ്കിൽ ഇന്ന് അതിന് സാധിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇന്ന് അവിടെ മണ്ണുമാന്തി യന്ത്രങ്ങളുണ്ട്, കൂടുതൽ സന്നാഹങ്ങളുണ്ട്, കൂടുതൽ ഉപകരണങ്ങളുമായിട്ടാണ് സൈനികരും അതുപോലെ തന്നെ നമ്മുടെ ഫോഴ്സും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരും കൂടുതൽ ഉപകരണങ്ങളുമായി പോകുന്ന കാഴ്ച ഈ വഴി നീളെ ഉണ്ട് ഇന്ന്. അതുകൊണ്ട് ഇങ്ങനെ മണ്ണിനടിയിൽ പുതഞ്ഞുപോയ ഒരുപാട് ജീവനായി വീണ്ടെടുക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഇന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിയും. അതുകൊണ്ട് മിഷൻ മുണ്ടക്കൈയുടെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് ഇന്നത്തെ ദിവസം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇന്നും നാളെയും കൊണ്ട് ഒരു നിർണായക ഘട്ടം പിന്നിടുമെന്നാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഈ മിഷൻ ഏകോപിപ്പിക്കുന്ന മന്ത്രിതല സംഘത്തിൻ്റെയും വിലയിരുത്തൽ. വലിയ ഒരു വിഭാഗം ജനങ്ങൾ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ സന്നദ്ധ സേവകർ മാത്രമാണ്. ഇപ്പോൾ മേപ്പാടിക്കിപ്പുറത്തേക്ക് ആരെയും കടത്തിവിടാത്ത, അതായത് രക്ഷാപ്രവർത്തകരല്ലാത്ത ആരെയും കടത്തിവിടാത്ത സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. ശരി, ഇപ്പം അല്പസമയത്തിനകം തന്നെ സർവകക്ഷി യോഗം ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിതല സംഘവും അവിടേക്ക് എത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അല്പസമയത്തിനകം തന്നെ അവിടേക്ക് എത്തും. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. മുഖ്യമന്ത്രി വീണ ജോർജ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, VN വാസവൻ, റിയാസ്, K രാജൻ തുടങ്ങിയ മന്ത്രിമാരും എല്ലാവരും അവിടെ കളക്ട്രേറ്റിലേക്ക് എത്തുകയാണ്. സർവകക്ഷി യോഗം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഉദ്യോഗസ്ഥരുമായി അവർ കൂടിക്കാഴ്ച നടത്തും. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ, അത് നേരത്തെ അഭിലാഷ് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം, അത് ഇന്ന് ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത് തന്നെ ആണ്. അത് ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അവിടെ മറുകരയിൽ അത് ഉറപ്പിക്കുന്ന ഒരു ജോലി കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. അത് കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് JCB അടക്കമുള്ള മണ്ണുമാന്തി യന്ത്രങ്ങൾ മറുകര എന്ന് പറയുന്നത് മുണ്ടക്കൈയാണ്. ഈ ഉരുൾപൊട്ടലിൽ, ഈ മണ്ണിടിച്ചിലിൽ ഒറ്റപ്പെട്ടു പോയ മുണ്ടക്കൈയിലേക്ക് എത്തിക്കാൻ കഴിയും.